ISROയുടെ ആപ്തവാക്യം മാനവരാശിയുടെ സേവനത്തിനായി. ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം 20 സെക്കൻഡ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം. ക്രയോജനിക്സ്. കേളപ്പൻ്റെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? മൊയ്യാരത്ത് ശങ്കരൻ. കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികൾ അറിയപ്പെടുന്ന പേര്? പ്രോകാരിയോട്ടുകൾ. ആന്ത്രാകേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ്? ടി. പ്രകാശം. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റാണ്? 98.6. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര്? കീലേരി കുഞ്ഞിക്കണ്ണൻ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത്? കൊടൈക്കനാൽ. നബാർഡിൻ്റെ ആസ്ഥാനം? മുംബൈ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി? സാർട്ടോറിയസ്. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? പഞ്ചാബ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്? തലാമസ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള? പരുത്തി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ് ആണ്. അതുപോലെ നബാർഡിൻ്റെ ആസ്ഥാനം? മുംബൈ. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? പഞ്ചാബ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള? പരുത്തി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത്? കൊടൈക്കനാലാണ്. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം? കാനഡ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ശ്രീലങ്ക സന്ദർശനം നടന്ന വർഷം? 1918. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി? സി. കേശവൻ. വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് എത്ര ദിവസമാണ്? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷമേത്? 2010. 2010 പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി മാറിയത്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്? 2004. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായ ആദ്യ മലയാളി? അത് ജോർജ് കുര്യനാണ്. ഇന്ത്യയിലെ റെയിൽവേ ബോർഡ് നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് ആര്? കഴ്സൺ പ്രഭു. ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യ ഏഷ്യൻ രാജ്യം? ഇന്ത്യ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേയൊരു ഇന്ത്യൻ തുറമുഖമേത്? ചെന്നൈ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേയൊരു ഇന്ത്യൻ തുറമുഖമേയുള്ളൂ, അത് ചെന്നൈയാണ്. ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖമേത്? ദീൻ ദയാൽ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്? 1628. ഭാഗ്യനഗരം എന്നറിയപ്പെടുന്ന നഗരം? ഹൈദരാബാദ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എപ്പോൾ? 1956 നവംബർ 1. കേരളപ്പിറവി 1956 നവംബർ 1. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? കൊല്ലം.
കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് എപ്പോൾ? 1931. റാവു സാഹിബ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ്? അയ്യത്താൻ ഗോപാലൻ. പാരാതെർമോണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം? ടെറ്റനി. ഏറ്റവും ചെറിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏത്? പീയൂഷഗ്രന്ഥി. ഏറ്റവും ചെറിയ അന്തഃസ്രാവി ഗ്രന്ഥി പീയൂഷഗ്രന്ഥിയാണ്. ചില PSC ഇതിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്നും കാണുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കുറച്ച് കണ്ടൽക്കാടുകളുള്ള വൻകര ഏത്? ആഫ്രിക്ക. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് ഏഷ്യയിലാണ്. ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത് 1927. ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവം ആരംഭിച്ചത് ഗുജറാത്തിലാണ്. നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്ററാണ്? 1.852 കിലോമീറ്റർ. ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും സർ പദവി ലഭിച്ച ആദ്യ ശാസ്ത്രജ്ഞനാര്? ഐസക് ന്യൂട്ടൺ. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹമേത്? ലെഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡാണ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളമേത്? യൂറിയ. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം യൂറിയ. കടൽ പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം? അയഡിൻ. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഏത്? ഹീലിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ പോലും പൂർണ്ണമായും ബാഷ്പീകരിച്ചു പോകുന്ന മൂലകം? ചോദ്യം ഒന്നും കൂടി. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ പോലും പൂർണ്ണമായും ബാഷ്പീകരിച്ചിരിക്കുന്ന മൂലകം? പൊളോണിയം. കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം? 1888. ദേവിയാർകാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല? കണ്ണൂർ. ദേവിയാർകാവ് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വർഷം? 1925. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെട്ടിരുന്ന പത്രം? മിതവാദി. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി. വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്നത്? കൂട്ടംകുളം സമരം. കൂട്ടംകുളം സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വഴിനടക്കൽ സമരം. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതായത് KTDC, സ്ഥാപിതമായ വർഷം? 1966 നവംബർ 1. ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം? 1975 ഒക്ടോബർ 4.